ഞാൻ നശിച്ചു പോകും. അപ്പോൾ കാളിദാസൻ പറഞ്ഞു, എന്നാൽ ഞാൻ സഹനശീലനായിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ഈ ലോകത്തിൽ രണ്ടുപേരേ അങ്ങനെ ഉള്ളൂ, ഒന്ന് ഭൂമിയും മറ്റൊന്ന് വൃക്ഷങ്ങളുമാണെന്ന് പറഞ്ഞു. ഈ ഭൂമിയെ എത്ര ചവിട്ടിയാലും അത് സഹിക്കും, അതേപോലെ വൃക്ഷങ്ങളെ എത്ര കല്ലെടുത്തെറിഞ്ഞാലും അത് അവിടെ കൊണ്ടു നിൽക്കും. എന്നിട്ട് നമ്മുടെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള ഫലങ്ങളും ധാന്യങ്ങളൊക്കെയാണ് അത് നൽകുക എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ കാളിദാസൻ പറഞ്ഞു, കുറച്ചൊക്കെ ദേഷ്യം വന്നു തുടങ്ങിയിട്ട് കേട്ടോ, ഞാനൊരു മർക്കടമുഷ്ടിക്കാരനാണ്, ദുർവാശിക്കാരനാണെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു, അങ്ങനെ രണ്ടുപേരേ ഉള്ളൂ, ഒന്ന് നഖവും ഒന്ന് മുടിയാണ്, അത് എത്ര വെട്ടിക്കളഞ്ഞാലും പിന്നെയും വളർന്നുകൊണ്ടിരിക്കുന്നു. അതും കൂടെ കേട്ടപ്പോൾ കാളിദാസന് ദേഷ്യം കൊണ്ട് കൂടി കേട്ടോ. എന്നിട്ട് പറഞ്ഞു, എന്നാൽ ഞാനൊരു വിഡ്ഢിയാണ് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴും ചിരിച്ചുകൊണ്ട് ആ സ്ത്രീ പറയാണ്, അങ്ങനെ രണ്ടുപേരേ ഉള്ളൂ, ഭരണം അറിയാതെ രാജ്യത്തെ ഭരിക്കുന്ന രാജാവും അങ്ങനെ നിർഗുണനായിട്ടുള്ള ഒരു രാജാവിനെ സ്തുതി പാടുന്ന മന്ത്രിയാണെന്ന് പറഞ്ഞു. അതുകൂടി കേട്ടപ്പോൾ കാളിദാസന് മനസ്സിലായി, ബുദ്ധി സാമർത്ഥ്യത്തിലെ തന്നെ ഈ സ്ത്രീ പിറകിലാക്കിയെന്ന് മനസ്സിലായി. സാധാരണ ഒരു സ്ത്രീയല്ല എന്ന് മനസ്സിലാക്കിയിട്ട് ആ സ്ത്രീയെ അങ്ങോട്ട് കുമ്പിട്ട്, അതായത് നമസ്കരിച്ചു.